ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരിക്കച്ചക്കപ്പഴം വെച്ചിട്ട് നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് കുരുവൊക്കെ കളഞ്ഞ് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള ചക്കപ്പഴം, നല്ല പഴുത്തത് തന്നെ എടുക്കണം. കൂടിച്ചക്കപ്പഴം കൊള്ളുകയില്ല, നമുക്ക് വരിക്കച്ചക്കപ്പഴം തന്നെയാണ് വേണ്ടിയത്. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് കുരു ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ചക്കപ്പഴമൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല. നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അതിൻ്റെ കൂടത്തിൽ നമ്മൾ 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കരയാണ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത്. നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര, ഇത് നമ്മൾ മധുരമൊക്കെ ഒന്ന് ആവശ്യമനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ശർക്കര എടുക്കുന്നത്. ഈ ശർക്കരയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കണം. ഒരുപാട് നീണ്ടു പോകാതെ വേണം എടുക്കാൻ, അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ചക്ക ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നമുക്കിപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഗോതമ്പ് പൊടി ഒരു കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ. ഒരുപാട് മുറുകി പോവില്ല, ഒരു കൈ കൊണ്ട് കുഴച്ച് ഉരുട്ടി എണ്ണയ്ക്കകത്ത് ഇടാവുന്ന പാകത്തിനായിരിക്കണം. അപ്പോൾ കുറേശ്ശെ നമ്മൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഒരുപാട് കുറുകിയും പോകല്, ഒരുപാട് ലൂസായും പോകല്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂണ്, ഒരു 4-5 ഏലക്ക പൊടിച്ച് അത്ര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇച്ചിരി ചെറിയ ജീരകം, അത് ചെറുജീരകമൊക്കെ ഇഷ്ടമുള്ളവർ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി, പൊടിക്കണ്ട. നമ്മളിതിൻ്റെ ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, ഒരു പിഞ്ച് ഇട്ടാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പിന്നെ നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം മാവ് നമ്മൾ ഇതുകൊണ്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് എടുത്തതാണ്. നമുക്ക് ചെറിയതായിട്ട് കടയിൽ നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. നമ്മൾ ചക്കപ്പഴവും ശർക്കരയും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയതായിട്ട് നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. നല്ല കളറായി വന്നിട്ടുണ്ട്. ഇതുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. എല്ലാം മൂത്തും വന്നിട്ടുണ്ട്. സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ചക്കപ്പഴമൊക്കെ അല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാവരും ആരെങ്കിലും വീട്ടിലൊക്കെ വന്നാലും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നമുക്കിതുപോലെ ബാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ചക്കപ്പഴം വെച്ചിട്ടുള്ള സ്നാക്ക് വളരെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റുമാണ്, നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം. ചക്കപ്പഴം ഉള്ള സമയത്ത് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റൊക്കെ അറിയിക്കണം. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം.